ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് അഥവാ രണ്ടാകൃതി സമവാക്യങ്ങൾ എന്ന ചാപ്റ്ററിലെ സ്ക്വയർ കംപ്ലീഷനെ പറ്റിയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് പഠിച്ചത്? ഒരു സ്ക്വയർ അഥവാ സമചതുരം തരും, അതിൻ്റെ ഓരോ വശത്തിൻ്റെയും നീളം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തിട്ട് ആ പുതിയതിൻ്റെ ചുറ്റളവോ അല്ലെങ്കിൽ പരപ്പളവോ തരും. അപ്പോൾ ആദ്യത്തതിൻ്റെ നമ്മുടെ ഒറിജിനൽ സ്ക്വയറിൻ്റെ ഒരു വശത്തിൻ്റെ നീളമാണ് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചത്. ഇവിടെ അതല്ല, ഇവിടെ ഒരു ചതുരമാണ് ഞാൻ തരാൻ പോകുന്നത്. ഇവിടെ ഈ റെക്റ്റാങ്കിളിൻ്റെ ലോങ്ങർ സൈഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതാണ് ലോങ്ങർ സൈഡ് അല്ലേ? അത് 2 മീറ്റർ കൂടുതലാണ്. ആരെക്കാളിലും? ഷോർട്ടർ സൈഡിനേക്കാളിലും 2 മീറ്റർ ലോങ്ങർ ദാൻ ദ ഷോർട്ടർ സൈഡ്. അപ്പോൾ ഷോർട്ടർ സൈഡിനെ നമുക്ക് എക്സ് മീറ്റർ എന്ന് എടുത്താൽ ലോങ്ങർ സൈഡ് എന്താവും? 2 മീറ്റർ മോർ ദാൻ ദ ഷോർട്ടർ സൈഡ്. അപ്പോൾ മോർ ആയതുകൊണ്ട് x+2 നമുക്ക് എടുക്കാം അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഏരിയ തന്നിട്ടുണ്ട്. ഏരിയ ഈക്വൽ ടു 224 സ്ക്വയർ മീറ്റർ ആണ്, ചതുരശ്ര മീറ്റർ ആണ്. അങ്ങനാണെങ്കിൽ ഇതിൻ്റെ നീളവും വീതിയും കണ്ടുപിടിക്കണം. അതായത് ലെങ്ത് ഓഫ് ദ സൈഡ്സ്, 2 സൈഡ്സിൻ്റെ നീളങ്ങൾ കണ്ടുപിടിക്കണം. ഇപ്പോൾ നമുക്കറിയാം ഏരിയ എങ്ങനെയാണ് കാണുന്നത്? ഇത് റെക്റ്റാങ്കിൾ ആണ്. ഏരിയ കാണാൻ വേണ്ടിയിട്ട് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് കാണേണ്ടത്. അപ്പോൾ ഇവിടെ ലെങ്ത് എന്താണ്? എക്സും ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് തിരിച്ചെഴുതിയാലും കുഴപ്പമില്ല. അപ്പോൾ എക്സ് ഇൻറ്റു x+2 ഇങ്ങനെ എഴുതിയത് നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതുന്നത്. ഇനി എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ ആയി പ്ലസ് എക്സ് ഇൻറ്റു 2x എന്ന് കിട്ടി അല്ലേ? ഇനി നമുക്ക് തന്നിരിക്കുന്ന എന്താണ്? ആ ഏരിയ 224 സ്ക്വയർ മീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് x² പ്ലസ് 2xനെ 224 എന്ന് എഴുതാമല്ലോ. ഇനി ഇതെങ്ങനെ സോൾവ് ചെയ്യാം? അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുന്നത്. അതായത് ഇവിടെ നോക്കിക്കേ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചത് എന്താ? ലെഫ്റ്റ് സൈഡിലെ ഇതിൻ്റെയെങ്കിലും പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റാൻ പറ്റുമോ? റൈറ്റ് സൈഡിലും അതേപോലെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റാൻ പറ്റുമോ? അങ്ങനെയാണ് നമ്മൾ ചെയ്തത്. ഇവിടെ x² പ്ലസ് 2xനെ നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ പറ്റത്തില്ല. അതിൻ്റെ കൂടെ എന്തെങ്കിലും കൂടെ വേണം, ഒരു നമ്പരും കൂടെ വേണം. അത് ഏത് നമ്പറാണ്, അത് എത്രയാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അത് കാണാനുള്ള രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തറിയാവുന്നത്? ഇതിനെ ഏത് ഫോമിലേക്ക് മാറ്റണം? ഒരു x+a² ഫോമിലേക്ക് മാറ്റണം. x+a² ഫോം, അതായത് ഇപ്പോഴാണല്ലോ പെർഫെക്റ്റ് സ്ക്വയർ ആയത്, പൂർണ്ണവർഗമായത്. ഈ പൂർണ്ണവർഗം ആകണമെങ്കിൽ ഇതിൻ്റെ എക്സ്പാൻഷൻ എന്താ? നമ്മൾ പഠിച്ചതാണ് x² പ്ലസ് 2ax പ്ലസ് a² ആണല്ലോ. അപ്പോൾ x² രണ്ടിടത്തും ഉണ്ടല്ലോ. ഇനി 2axന് പകരമാണ് 2x വന്നിരിക്കുന്നത്. അപ്പോൾ എയുടെ വില എത്ര? 1 ആണ്. കാരണം 1 കൊണ്ട് ഗുണിക്കുമ്പോഴല്ലേ സെയിം നമ്പർ കിട്ടത്തുള്ളൂ അല്ലേ? അപ്പോൾ 2 ഗുണം 1 2, 2 ഇൻറ്റു എക്സ് 2x. അപ്പോൾ എയുടെ വില എത്ര കിട്ടി? 1 കിട്ടി. അപ്പോൾ ആ 1 കിട്ടണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? അതിനെ x+1² എന്ന് നമുക്ക് ആക്കണം അല്ലേ? അപ്പോൾ x+1² ആകണമെങ്കിൽ ഇവിടെ എത്രയാണ് കൂട്ടേണ്ടത്? 1². എയുടെ വില എന്താണ്? 1 ആണ്. അപ്പോൾ എയുടെ വില ഇവിടെ 1 ഇട്ട് കൊടുക്കുമ്പോൾ എങ്ങനെ എഴുതാം? x² പ്ലസ് 2 ഇൻറ്റു 1 ഇൻറ്റു എക്സ് 2x. അത് തന്നെയല്ലേ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നത്. പിന്നെ 1² എത്ര? 1 തന്നെയാണ്. അപ്പോൾ 1 ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ കയ്യിൽ x² പ്ലസ് 2x ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്തു. എവിടെ? ലെഫ്റ്റ് സൈഡിൽ ഈക്വൽ ടു സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ 1 ആഡ് ചെയ്തു. അപ്പോൾ റൈറ്റ് സൈഡിൽ നമുക്ക് 1 ആഡ് ചെയ്യേണ്ടത്. റൈറ്റ് സൈഡിൽ എന്താ കിടക്കുന്നത്? 224 ആണ് കിടക്കുന്നത്. അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യണം. അപ്പോൾ x² പ്ലസ് 2x പ്ലസ് 1നെ നമുക്ക് എങ്ങനെ എഴുതാം? x+1² എന്ന് എഴുതാം. ഇനി 224 പ്ലസ് 1 225 ആണ്. ഈ 225 എന്തിൻ്റെ സ്ക്വയറാണ്, എന്തിൻ്റെ പൂർണ്ണവർഗമാണ് എന്ന് നമുക്ക് നോക്കണം. അപ്പോൾ x+1² ഈക്വൽ ടു 225 എന്ന് പറഞ്ഞാൽ 15ൻ്റെ സ്ക്വയറാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ x+1 എന്ന് പറഞ്ഞാൽ 15 എന്ന് കിട്ടും. അല്ല, x ഈക്വൽ ടു 15ൻ്റെ കൂടെ 15ൽ നിന്ന് ഈ +1 അപ്പുറത്ത് പോകുമ്പോൾ -1 ആയി. 1 കുറയുമ്പോൾ 14 കിട്ടി. ഇനി ഈ എക്സ് എന്താണ്? ബ്രെഡ്ത്ത് ആണ്, അല്ലെങ്കിൽ ഷോർട്ടർ സൈഡാണ്. അപ്പോൾ നീളം കുറഞ്ഞ വശം
ഷോർട്ടർ സൈഡ് ഈക്വൽ ടു 14 മീറ്റർ എന്ന് എഴുതാം. ലോങ്ങർ സൈഡ് എങ്ങനെ കണ്ടുപിടിക്കാം? ലോങ്ങർ സൈഡ് എന്ന് പറഞ്ഞാൽ x+2 ആണ്. x 14 ആണെങ്കിൽ 14ന്റെ കൂടെ 2 കൂട്ടുമ്പോൾ 16 കിട്ടി. 16 മീറ്റർ എന്നും ആൻസർ കിട്ടിയല്ലോ. ഇനി നമുക്ക് വേറൊരു ചോദ്യം നോക്കാം. ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഷോർട്ടർ സൈഡ്, അതായത് നീളം കുറഞ്ഞ വശത്തിനേക്കാളും 20 മീറ്റർ കൂടുതലാണ് നീളം കൂടിയ വശം. അപ്പൊ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് വ്യത്യാസം എന്താണ്? 2 എന്നുള്ളതിന് പകരം 20 ആയി അല്ലെ. ഇവിടെ ഏരിയ അഥവാ പരപ്പളവ് 224 തന്നെയാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഏരിയ ഈക്വൽ ടു 224 ആണ് തന്നിരിക്കുന്നത്. അങ്ങനാണെങ്കിൽ നമുക്ക് ഈ നീളവും വീതിയും കണ്ടുപിടിക്കണം. ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്, അല്ലെങ്കിൽ നീളം ഗുണം വീതിയാണ്. അപ്പോൾ രണ്ടും കൂടെ ഗുണിക്കുക ഈക്വൽ ടു 224. ഇതിനി നമുക്ക് ഓപ്പൺ ചെയ്യണം. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് x² ആയി, പ്ലസ് 20 ഇൻറ്റു എക്സ് 20x ഈക്വൽ ടു 224. ഇനി നമ്മൾ എന്താ ചെയ്തത്? നേരത്തെ ഇവിടെ ഇതിനെ ഒരു പൂർണ്ണവർഗമാക്കണം. പൂർണ്ണവർഗമാക്കണ്ടേ ഏത് ഫോമിലുള്ളതായിരിക്കണം? x+a² ഫോമിലായിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. x+a² എക്സ്പാൻഷൻ എന്താണ്? x² പ്ലസ് 2ax പ്ലസ് a² അല്ലേ? ഇത് മറന്നു പോകരുത്, ഈ ഐഡന്റിറ്റി മറന്നു പോകരുത്. അപ്പോൾ ഈ 2x² തന്നെ 2ax പകരമാണ് 20x എന്ന് കിടക്കുന്നത്. അപ്പോൾ a എത്ര വന്നു എന്ന് ആലോചിക്കുക. 2 ഇൻറ്റു a ആണ്. 2 ഗുണം 10 ആണ് 20 അല്ലെ. അപ്പൊ എക്ക് എത്ര കിട്ടി? a എന്നുള്ളത് 10 കിട്ടിയില്ലേ? അപ്പൊ ഇവിടെ 10 ഇട്ട് കൊടുത്തേ, അപ്പൊ 20 വന്നു. ഇനി ഇവിടെ 10 ഇട്ട് കൊടുക്കുക. അന്നേരം എങ്ങനെ എഴുതാം? x² പ്ലസ് 20x പ്ലസ് 20x 2 ഇൻറ്റു 10 20x. അത് തന്നെയാണ് ചോദ്യത്തിൽ. അവിടെ മാറ്റം വരികയല്ല, പക്ഷെ നമുക്ക് മാറ്റം വരുന്നത് ഇവിടെ a² ആണ്. a² a 10 ആണെങ്കിൽ a² എന്ന് പറയുമ്പോൾ 100 അല്ലേ. അപ്പം നമ്മൾ ഇടതുവശത്ത് നമുക്ക് കിട്ടിയതിൻ്റെ ഈ ഇക്വേഷൻ്റെ ഇടതുവശത്ത് നമ്മൾ കൂട്ടിയത് എത്രയാണ്? 100 ആണ് കൂട്ടിയത്. അപ്പോൾ വലതുവശത്ത് 100 തന്നെ കൂട്ടണം. അത് ബാലൻസ് ചെയ്ത് തന്നെ നിൽക്കണം. ഈക്വൽ ടു എന്നുള്ള ഉദ്ദേശിക്കുന്നത് എന്താ? ബാലൻസ് ചെയ്ത് തന്നെ നിൽക്കുക. ഇനി ഇതെന്തിൻ്റെ പെർഫെക്റ്റ് സ്ക്വയർ ആണ്? x+aയുടെ സ്ക്വയർ ആണ്. a എത്ര ആണ്? 10. അപ്പോൾ ഇതെന്താ? x+10ന്റെ ഹോൾ സ്ക്വയർ ആണ് ഈ ഇടതുവശത്ത് എഴുതിയിരിക്കുന്നത്. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 324 എന്ന് കിട്ടി. ഇനി 324 ഏത് സംഖ്യയുടെ പൂർണ്ണവർഗം ആണ് എന്ന് നമ്മൾ ആലോചിക്കുക. അപ്പോൾ x+10 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 18ന്റെ സ്ക്വയർ ആണ്. 18ന്റെ സ്ക്വയർ ആണ് 324. അപ്പം x+10 എന്തെഴുതാം? x+10 ഈക്വൽ ടു 18. ഇനി ഈ 324ന്റെ എന്തിൻ്റെ സ്ക്വയർ ആണെന്ന് അറിയത്തില്ലെങ്കിൽ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് കണ്ടുപിടിച്ചാൽ മതി. ഇരട്ട സംഖ്യയാണ്, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 6 വന്നു, വീണ്ടും 2, ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ ഓരോ ഗ്രൂപ്പ് ഉണ്ടാക്കുക, ഒരേ സംഖ്യകൾ തമ്മിലുള്ള ഓരോ ഗ്രൂപ്പ് ഉണ്ടാക്കുക, അതിൽ നിന്ന് ഓരോ സംഖ്യ വീതം എടുക്കുക. 2 ഗുണം 3 6, 6 ഗുണം 3 18. ആ 18 നമുക്ക് കിട്ടി. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചതായതുകൊണ്ടാണ് ഞാൻ അത് എഴുതാതിരുന്നത് ആദ്യം. ഇനി എക്സ് എത്രയാണ്? എക്സ് ഈക്വൽ ടു 18 പ്ലസ് 10 അപ്പുറത്ത് പോകുമ്പോൾ -10 ആയി. അപ്പോൾ 8 എന്ന് കിട്ടിയില്ല. ഈ 8 എന്താണ്? ഷോർട്ടർ സൈഡാണ്. നീളം കുറഞ്ഞ വശം ഈക്വൽ ടു 8 മീറ്റർ. നീളം കൂടിയ വശം ലോങ്ങർ സൈഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8ന്റെ കൂടെ 20 കൂട്ടുക, അപ്പോൾ 28 മീറ്റർ. ഇനി നേരത്തെ ചോദ്യവും ഇതും തമ്മിൽ എന്താ ബന്ധം എന്നും കൂടെ ഞാൻ ഈ കൂടെ പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് കിട്ടിയത് എന്താ? x² പ്ലസ് 20x പ്ലസ് 100. ഈ 100 സെലക്ട് ചെയ്തത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ 10 എവിടെ നിന്ന് കിട്ടി എന്നുള്ളതാണ് നമ്മളിനി പറയാൻ പോകുന്നത്. നേരത്തെ ചോദ്യത്തിൽ x² പ്ലസ് 2x ആയിരുന്നു. ഇപ്പോഴത്തെ ചോദ്യത്തിൽ x² പ്ലസ് 20x. ഇത് തമ്മിലൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെ 2x ആണ്, 20x ആണ്, രണ്ടും ഇരട്ട സംഖ്യകളാണ്. ഇനി ഈ എക്സിന്റെ കൂടെ വന്ന 2ന്റെ പകുതി എടുക്കുക. പകുതി എത്രയാണ്? 1. 2ന്റെ പകുതി 1. ആ 1ന്റെ സ്ക്വയർ 1 തന്നെ. അതാണ് നമ്മൾ കൂട്ടേണ്ടത്. അപ്പോൾ നമുക്കതിനെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് കിട്ടും.
ഇനി ഇവിടെ നോക്കിക്കേ, 20ന്റെ പകുതി 10. ആ 10ന്റെ സ്ക്വയർ എത്രയാണ്? 100. ആ 100 കൂട്ടേണ്ടത്. അപ്പോൾ ഇതിനെ എക്സ് പ്ലസ് 10 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അപ്പം മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 30x ആണ് വന്നതെങ്കിൽ 30ന്റെ പകുതി 15. 15ന്റെ സ്ക്വയർ 225. അപ്പോൾ എക്സ് പ്ലസ് 15 സ്ക്വയർ എന്ന് എഴുതാം. മനസ്സിലായോ? ഇനി എക്സ് സ്ക്വയർ പ്ലസ് 8x ആണെന്ന് വിചാരിക്കുക. 8ന്റെ പകുതി 4. 4ന്റെ സ്ക്വയർ 16. 16 കൂട്ടേണ്ടത്. അപ്പം 4 എഴുതിയിട്ട് ഹോൾ സ്ക്വയർ ഇടുക. മനസ്സിലായോ? ഇനി ഇവിടെ ഇരട്ട സംഖ്യ അല്ല വന്നതെങ്കിൽ നമുക്ക് ഇപ്പം 5 ഇരട്ട സംഖ്യ അല്ലല്ലോ. എക്സ് സ്ക്വയർ പ്ലസ് 5x ഇങ്ങനെ വന്നാൽ 5ന്റെ പകുതി എത്രയാണ്? 5/2. ആ 5/2ന്റെ സ്ക്വയർ എത്ര? 5ന്റെ സ്ക്വയർ 25, 2ന്റെ സ്ക്വയർ 4. അപ്പോൾ 25/4 ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ എഴുതുമ്പോൾ എന്ത് വരും? എക്സ് പ്ലസ് 5/2 സ്ക്വയറിന് എഴുതിയാൽ മതി. ഇനി ഇവിടെ എല്ലാം മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇത് നടുക്കത്തെ ടേം എല്ലാം പോസിറ്റീവാണ്. ഇനി നെഗറ്റീവ് വരുമ്പോഴും എങ്ങനെയാണ് ചെയ്യുന്നതെന്നും കൂടെ പറഞ്ഞുതരാം. ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു സ്ക്വയർ ഉണ്ട്. ആ സ്ക്വയറിൻ്റെ എല്ലാ സൈഡ് ലെങ്ത്തും സെയിം ആണല്ലോ. അപ്പോൾ അത് എക്സ് മീറ്റർ ആണെന്ന് വിചാരിക്കുക. ഇനി ഇതിൽ നിന്ന് ഒരു 2 മീറ്റർ ഈ വശത്തുനിന്ന് കട്ട് ചെയ്ത് കളയുക. അപ്പോൾ അത് 2 പീസായല്ലോ. അപ്പം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു 2 മീറ്ററാണ് കട്ട് ചെയ്ത് മാറ്റിയെന്ന് പറഞ്ഞു. ഈ സൈഡ് 2 മീറ്റർ കട്ട് ചെയ്ത്. അപ്പോൾ ഇവിടെ ഈ പുതിയ റെക്റ്റാങ്കിൾ ഇപ്പോൾ 2 റെക്റ്റാങ്കിളായി അല്ലേ? അപ്പോൾ ഈ പുതിയ റെക്റ്റാങ്കിളിൻ്റെ ഈ സൈഡിൻ്റെ ലെങ്ത് എത്ര? x-2 ആണ്. പക്ഷേ ഈ സൈഡ് എക്സ് തന്നെയാണല്ലോ, മാറുന്നില്ലല്ലോ. അപ്പോൾ ഇതും എക്സ് തന്നെയാണല്ലോ അല്ലേ? അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തപ്പോൾ കിട്ടിയ ഈ സ്ക്വയർ ഉണ്ടല്ലോ, ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ 99 ആയാൽ ഈ സ്ക്വയറിൻ്റെ സൈഡ് ലെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ കട്ട് ചെയ്ത് മാറ്റി ഈ ഒരു പീസ് മാറ്റി ബാക്കിയുള്ളത് x-2 ആണ്. ഇതിൻ്റെ ഈ വശത്തിൻ്റെ നീളം, ഹൈറ്റ് എക്സ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഏരിയയാണ് 99 എന്ന് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഇതൊരു റെക്റ്റാങ്കിൾ ആണ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ എക്സ് ഇൻറ്റു x-2 ആണ് 99 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സ് കണ്ടുപിടിക്കാൻ നമുക്കിത് ഓപ്പൺ ചെയ്യണം. എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ ആയി, ഇവിടെ മൈനസ് ആണ്, പിന്നെ എക്സ് ഇൻറ്റു 2x ഈക്വൽ ടു 99. ഇവിടെ നടുക്ക് മൈനസ് ആണ്. നമ്മൾ ഇത് ഐഡൻറ്റിറ്റീസ് ഒക്കെ 8ാം ക്ലാസ്സിൽ പഠിച്ചതാണ്, സ്ക്വയർ ഐഡൻറ്റിറ്റീസ്. ഇനി ഇവിടെ നമുക്കറിയാവുന്നത് എന്താണ്? x-a ഹോൾ സ്ക്വയർ. x-a ഹോൾ സ്ക്വയർ ഓർക്കുന്നുണ്ടോ? x-a ഹോൾ സ്ക്വയർ എങ്ങനെയാണ്? എക്സ് സ്ക്വയർ മൈനസ് 2ax പ്ലസ് a സ്ക്വയർ. അപ്പോൾ എക്സ് സ്ക്വയർ അതേപോലെ തന്നെ ഉണ്ടല്ലോ. 2axന് പകരമാണ് 2x. അപ്പോൾ a എത്രയേ വരത്തുള്ളൂ? 1 വരത്തുള്ളൂ. 2 ഗുണം 1 2 തന്നെ. 2 ഇൻറ്റു എക്സ് 2x അല്ലേ? അപ്പോൾ ഇവിടെ a സ്ക്വയർ എത്ര വരും? 1ന്റെ സ്ക്വയർ. 1ന്റെ സ്ക്വയർ 1 തന്നെയല്ലേ? അപ്പോൾ അത് ആ 1 നമ്മളിവിടെ കൂട്ടേണ്ടത് അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് വരും? എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 സ്ക്വയർ 1 തന്നെ ഈക്വൽ ടു ഇവിടെ x-1 ഹോൾ സ്ക്വയർ നമുക്ക് വരും അല്ലേ? ഇനി ഇവിടെ ഇടതുവശത്ത് 1 കൂട്ടിക്കഴിഞ്ഞാൽ വലതുവശത്ത് 1 കൂട്ടേണ്ട. വലതുവശത്ത് നമ്മുടെ 99 ആണ്, അതിൻ്റെ കൂടെ 1 കൂട്ടണം. ഇനി x-2 - 2x + 1 എത്രയാണ്? ഈ എക്ക് 1 ഇട്ട് കൊടുത്താൽ പോരെ. അപ്പോൾ x-1 ഹോൾ സ്ക്വയർ ആണ് 100. മനസ്സിലായോ? അപ്പോൾ x-1 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 100 എന്തിൻ്റെ പൂർണ്ണവർഗമാണ്? 10ന്റെ വർഗമാണ് അല്ലേ? 10ന്റെ സ്ക്വയർ അല്ലേ 100. അപ്പോൾ x-1 എന്തായി? 10 ആയി. അല്ലെങ്കിൽ എക്സ് എന്തായി? ഈ -1 അപ്പുറത്ത് പോകുമ്പോൾ എന്തായി? +1 ആയി. എക്സ് 11 കിട്ടിയല്ലോ. അതായത് ഇതിൻ്റെ ഈ ഈ റെക്റ്റാങ്കിളിൻ്റെ ഉയരമാണ് 11. അങ്ങനെയാണെങ്കിൽ ഈ വശം എത്രയാണ്? x-2 എത്ര വന്നു? 11ൽ നിന്ന് 2 കുറച്ചാൽ പോരെ. അപ്പം 9 അല്ലേ? അപ്പം നമുക്ക് 2 വശത്ത് ആ റെക്റ്റാങ്കിളിൻ്റെ 2 വശങ്ങളുടെ നീളം കിട്ടിയല്ലോ. അല്ല, ഇനിയിപ്പോൾ ഒറിജിനൽ സ്ക്വയറിൻ്റെ സൈഡ് ലെങ്ത് ആണ് ചോദിച്ചെങ്കിൽ ഇവിടം വരെ കണ്ടുപിടിച്ചാൽ മതി. ഈ 11 വരെ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ മൈനസ് വന്നാൽ എന്ത് ചെയ്യണം?
മൈനസ് വന്നാൽ എന്ത് ചെയ്യണമെന്നും പ്ലസ് വന്നാൽ എന്ത് ചെയ്യണമെന്നുള്ള കാര്യം മനസ്സിലായല്ലോ. ഇനി മറ്റൊരു ചോദ്യം. ഈ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ അഥവാ ചുറ്റളവ് തന്നിട്ടുണ്ട്. പെരിമീറ്റർ ഈക്വൽ ടു 100. ഇനി അതിൻ്റെ ഏരിയയും തന്നിട്ടുണ്ട്. ഏരിയ അഥവാ പരപ്പളവ് തന്നിട്ടുണ്ട് 525 സ്ക്വയർ മീറ്റർ. അങ്ങനാണെങ്കിൽ ഇതിൻ്റെ നീളവും വീതിയും കണ്ടുപിടിക്കണം. ഇനി പെരിമീറ്റർ എങ്ങനെയാണ് കാണുന്നത്? പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റളവാണ്. ചുറ്റുമുള്ള അളവുകൾ കൂട്ടുന്നത്. ഇവിടെ ചുറ്റുമുള്ള അളവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എതിർവശങ്ങൾ തുല്യമാണ് അല്ലേ. ഇതിൻ്റെ ലെങ്ത് എന്നും ഇത് ബ്രെഡ്ത്ത് എന്നും എടുക്കാം അല്ലേ. അപ്പോൾ ഇത് ലെങ്ത് തന്നെയാണ്, ഇത് ബ്രെഡ്ത്ത് തന്നെയാണ്. അപ്പോൾ 2 പ്രാവശ്യം ലെങ്ത്തും 2 പ്രാവശ്യം ബ്രെഡ്ത്തും കൂടെ കൂട്ടുമ്പോഴല്ലേ 100. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാവോ, ലെങ്ത്തും ബ്രെഡ്ത്തും കൂടെ കൂട്ടുമ്പം 100ന്റെ പകുതി 50 കിട്ടുമ്പോൾ ശരിയല്ലേ. 2 പ്രാവശ്യം നീളവും 2 പ്രാവശ്യം വീതിയും കൂടെ കൂട്ടുമ്പോഴാണ് 100. അല്ലെങ്കിൽ അതിൻ്റെ പകുതി ഒരു പ്രാവശ്യം, 2 ഓരോ പ്രാവശ്യം എടുത്തിട്ട് കൂട്ടുമ്പോൾ 100ന്റെ പകുതി 50 കിട്ടും. ഇനി ഇതിൻ്റെ അർത്ഥം എന്താ? ലെങ്ത്തിനെ നമ്മൾ ഒന്ന് എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ ബ്രെഡ്ത്തിനെ നമുക്ക് എന്തെഴുതാം? ബ്രെഡ്ത്തിനെ എന്തെഴുതാം? ഈ 50ൽ നിന്ന് എക്സ് കുറച്ചാൽ പോരെ അല്ലേ. ഇനി ഏരിയ തന്നിട്ടുണ്ട് അല്ലെ. ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പോൾ എക്സ് ഇൻറ്റു 50 മൈനസ് എക്സ് അല്ലേ ഈ 525. ലെങ്ത് എക്സ്, ബ്രെഡ്ത്ത് 50 മൈനസ് എക്സ്. നീളം എക്സും വീതി 50 മൈനസ് എക്സും ആണെങ്കിൽ പരപ്പളവ് എന്ന് പറയുന്ന നീളം ഗുണം വീതിയാണ്. അത് 525 തന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഓപ്പൺ ചെയ്യാം. എക്സ് ഇൻറ്റു 50. അപ്പോൾ 50x എന്ന് എഴുതാമല്ലോ. മൈനസ് എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ ഈക്വൽ ടു 525. ഇവിടെ നോക്കിക്കേ, നേരത്തെ നിന്ന് വ്യത്യസ്തമായിട്ട് ആദ്യം നമ്മൾ എപ്പോഴും സ്റ്റാൻഡേർഡ് ഫോമിലാണ് എഴുതേണ്ടത്. അതായത് ഏറ്റവും കൂടുതൽ കൃതി ഡിഗ്രി വരുന്നത് ആദ്യം എഴുതണം. അപ്പോൾ ഇവിടെ കൃതി ആദ്യം എഴുതുമ്പം അതിൻ്റെ സൈൻ എന്താ? മൈനസ് ആണ്. അപ്പോൾ അതിനെ പ്ലസ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ചിഹ്നം മാറ്റും. അപ്പോൾ ഈ 50xന്റെ മുമ്പിൽ ഒരു ചിഹ്നവും ഇല്ല എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവാണ്. അപ്പോൾ അതെന്താവും? മൈനസ് ആവും. അപ്പം -50 ആവും. ഈ എക്സ് സ്ക്വയറിൻ്റെ ചിഹ്നം മൈനസ് ആണ്, അതിനെ മാറ്റുമ്പോൾ അത് പ്ലസ് എക്സ് സ്ക്വയർ ആയി. 525ന്റെ മുമ്പിൽ ചിഹ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവാണ്, അതിനെയും മൈനസ് ആക്കുക. അത് ഓരോന്നിൻ്റെയും ചിഹ്നം മാറ്റും. ഇനി നമുക്ക് ഈ എക്സ് സ്ക്വയർ ആണല്ലോ നമുക്ക് ആദ്യം എഴുതേണ്ടത്. അത് ആദ്യം എഴുതി എന്നിട്ട് -50x എഴുതി ഈക്വൽ ടു -525. ഇനി ഇവിടെ നോക്കിക്കേ, ഇത് ഇരട്ട സംഖ്യയല്ലേ, ഈവൻ നമ്പറാണ്. അപ്പോൾ അതിൻ്റെ പകുതി എടുത്തിട്ട് സ്ക്വയർ കാണുക. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 50x അതുപോലെ എഴുതുക. എന്നിട്ട് പ്ലസ് ഇടുക. 50ന്റെ പകുതി 25, 25ന്റെ സ്ക്വയർ 625 നമ്മൾ കൂട്ടുന്നത്. അപ്പോൾ വലതുവശത്തും 625 കൂട്ടണ്ടേ. 625 കൂട്ടി. ഇനി ഇത് എന്തിൻ്റെ സ്ക്വയർ ആണ്? എക്സ്. ഇവിടെ മൈനസ് ആയിട്ട് മൈനസ് ആണ് 25ന്റെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു, ഇത് തമ്മിൽ കൂട്ടുമ്പോൾ എന്ത് വരും? 100 വരും അല്ലേ. ഒന്ന് നെഗറ്റീവ് ഒന്ന് പോസിറ്റീവ് അല്ലേ. അപ്പോൾ കുറയ്ക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ 100 വന്നു. ഇനി 100 എന്തിൻ്റെ സ്ക്വയർ ആണ്? 10ന്റെ വർഗമാണ്. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം? എക്സ് മൈനസ് 25 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 10 സ്ക്വയർ എന്ന് എഴുതാം അല്ലെ. എക്സ് മൈനസ് 25 എന്തെന്ന് കിട്ടി? 10 എന്ന് കിട്ടി അല്ലെ. എക്സ് ഈക്വൽ ടു 10. ഈ -25 ഇപ്പുറത്ത് വന്നപ്പോൾ +25 ആയി. അപ്പോൾ എന്തായി? 35 എന്ന് കിട്ടിയല്ലോ. 35 മീറ്റർ എന്ന് കിട്ടിയല്ലോ. എക്സ് 35 ആണ്. എക്സ് എന്ന് പറയുന്ന ആരാ? നീളം, ലെങ്ത് അല്ലേ. അപ്പം ലെങ്ത് ഈക്വൽ ടു 35 മീറ്റർ എന്ന് കിട്ടി. ഇനി ബ്രെഡ്ത്ത് നമുക്ക് വേണം, വീതി നമുക്ക് വേണം. വീതി എത്രയാ? 50 മൈനസ് എക്സ്. അപ്പോൾ 50 മൈനസ് 35 അതെത്രയാണ്? 15 മീറ്റർ. അപ്പം നീളവും വീതിയും നമുക്ക് കിട്ടിയല്ലോ. ഇനി നമുക്ക് പേജ് നമ്പർ 92-ലെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ഇവിടെ ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട് അല്ലെ. An isosceles triangle like the one shown below must be made. The height must be 2 meters less than the base and the area should be 12 square meters. What should be the lengths of the sides of the triangle? അല്ലെ. അപ്പോൾ ഇവിടെ ഹൈറ്റ് ബേസിനേക്കാളിലും 2 മീറ്റർ കുറവാണ്, പാദത്തിനേക്കാളിലും 2 മീറ്റർ കുറവാണ് ഉയരം. പിന്നെ ഏരിയ അഥവാ പരപ്പളവ് 12 സ്ക്വയർ മീറ്റർ ആണ് തന്നിട്ടുണ്ട്. പാദത്തിനേക്കാളും 2 മീറ്റർ കുറവാണ് ഉയരം.
അപ്പോൾ പാദത്തിന് നമ്മൾ എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ, എക്സ് മീറ്റർ എന്ന് എടുത്തു കഴിഞ്ഞാൽ ഉയരം എന്താവും? എക്സ് മൈനസ് 2 ആവും. മനസ്സിലായല്ലോ? ഇനി ഇതിൻ്റെ ഏരിയ അഥവാ പരപ്പളവ് തന്നിട്ടുണ്ട് 12 സ്ക്വയർ മീറ്റർ. അപ്പോൾ ഏരിയ കാണാനുള്ള സമവാക്യം അറിഞ്ഞിരിക്കണം. നമുക്ക് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ അഥവാ ചതുരത്തിൻ്റെ ഏരിയ അറിയാമെങ്കിൽ ത്രികോണത്തിൻ്റെ ഏരിയ കാണുന്നത് എങ്ങനെയാണ്? ഹാഫ്, അതിൻ്റെ നേർപകുതിയാണ് അല്ലേ? അപ്പോൾ ഹാഫ് ബി എച്ച് ബേസ് ഇൻറ്റു ഹൈറ്റ് ആണല്ലോ 12. ഹാഫ് ഇൻറ്റു പാദം ഗുണം ലംബം ആണ് 12. ഇനി പാദത്തിന് എക്സ് എന്നാണ് നമ്മൾ എടുത്തത്. അപ്പോൾ ഹാഫ് എക്സ് ഇൻറ്റു ഹൈറ്റ് എക്സ് മൈനസ് 2 ലംബം ഈക്വൽ ടു 12. ഇനി ഇവിടെ ഒരു ഭിന്നസംഖ്യ അഥവാ ഫ്രാക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ രണ്ടിനെ നേരെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് അങ്ങോട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ എങ്ങനെ എഴുതാം? എക്സ് ഇൻറ്റു എക്സ് മൈനസ് 2 ഈക്വൽ ടു 12 ഈ ബൈ 2 എന്നുള്ളത് അപ്പുറത്ത് പോകുമ്പോൾ ഇൻറ്റു 2 ആവും. ഇനി ഇത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഇൻറ്റു 2 2x ഈക്വൽ ടു 12 ഗുണം 2 24 നോക്കിക്കേ, നടുക്കത്തെ ഇത് മൈനസ് ആണ്, പിന്നെ 2 ഇരട്ട സംഖ്യയാണ്. അപ്പം 2ന്റെ പകുതി 1, 1ന്റെ സ്ക്വയർ 1. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 കൂട്ടേണ്ടത്. രണ്ട് വശത്തും 1 കൂട്ടുക. ഇനി ഇത് എന്തിൻ്റെ പൂർണ്ണവർഗമാണ്? എക്സ് മൈനസ് 1ന്റെ പൂർണ്ണവർഗമാണ്. ഇവിടെ 24 1 25 25 5ന്റെ പൂർണ്ണവർഗമാണ്. അപ്പോൾ എക്സ് മൈനസ് 1 എന്ന് പറയുന്നത് നമുക്ക് 5 എന്ന് എഴുതാമല്ലോ. അതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കാമല്ലോ. എക്സ് ഈക്വൽ ടു ഈ -1 അപ്പുറത്ത് പോകുമ്പോൾ +1 ആവും. 5 + 1 6 മീറ്റർ എന്ന് കിട്ടിയല്ലോ. ഈ എക്സ് ആരാണ്? പാദമാണ് അല്ലേ? അപ്പോൾ പാദം അഥവാ ബേസ് ആണ് എത്ര കിട്ടിയത്? ഇനി ഹൈറ്റ് നമുക്ക് വേണമല്ലോ. അപ്പോൾ ഹൈറ്റ് ഈക്വൽ ടു എത്രയാ? എക്സ് മൈനസ് 2. എക്സ് എന്ന് പറയുന്നത് 6 6 - 2 4 മീറ്റർ എന്ന് കിട്ടി. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ബേസും ഹൈറ്റും അല്ല, ഈ ത്രികോണത്തിന്റെ 3 വശങ്ങളുടെ നീളമാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്ന എന്താണ്? ഇതൊരു സമപാർശ്വ ത്രികോണമാണ് അഥവാ ഐസോസ്ലസ് ട്രയാങ്കിൾ ആണ്. ഇനി ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ മുകളിലത്തെ വെർട്ടെക്സിൽ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് ലംബമായിട്ടാണ് പാദത്തിലേക്ക് വന്നിരിക്കുന്നത്. മാത്രവുമല്ല ആ ലംബം, ആ ഹൈറ്റ് ഈ പാദത്തിന്, ഈ ബേസിനെ 2 തുല്യ ഭാഗങ്ങളായിട്ട് മുറിക്കും. അപ്പോൾ ഈ ബേസ് എക്സ് ആണല്ലോ. എക്സിന്റെ നീളം നമുക്കിപ്പോൾ കിട്ടി 6 മീറ്റർ എന്ന് കിട്ടി. 6 മീറ്റർ എന്ന് പറയുമ്പോൾ അത് തുല്യമായിട്ട് മുറിക്കാന്ന് പറഞ്ഞാൽ ഇതും 3 ഇവിടെയും 3 അല്ലേ? പിന്നെ ഈ ഹൈറ്റ് എക്സ് മൈനസ് 2ന് പകരം നമുക്ക് എന്ത് എഴുതാം? 4 എന്നും എഴുതാം. ഇനി പൈതഗോറസ് തിയറം നമുക്ക് അപ്ലൈ ചെയ്യാമല്ലോ. പൈതഗോറസ് തത്വം എന്താണ് പറയുന്നത്? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, അല്ലെങ്കിൽ കർണം സ്ക്വയർ ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. നമുക്ക് ഈ ഒരു മട്ടത്രികോണം എടുത്താൽ പോരെ, രണ്ടും എടുക്കണ്ടല്ലോ, ഏതെങ്കിലും ഒരെണ്ണം എടുക്കുക. അപ്പം ഞാൻ ഇത് മാത്രമായിട്ട് ഞാൻ എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഹൈപ്പോട്ടന്യൂസ് നമുക്കറിയത്തില്ല, അതാണ് കണ്ടുപിടിക്കേണ്ട. പാദം എത്രയാണ്? 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ. 3 സ്ക്വയർ എത്രയാണ്? 9. 4 സ്ക്വയർ 16. 9ഉം 16ഉം 25 അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് എന്ത് കിട്ടി? ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ √25 ആണ്. അത് 5 എന്ന് കിട്ടി. അപ്പോൾ ഈ വശമല്ലേ 5 സെന്റിമീറ്റർ നമുക്ക് കിട്ടിയത്. ഇതൊരു സമപാർശ്വ ത്രികോണമായിരുന്നല്ലോ അല്ലേ? അപ്പോൾ ഈ വശവും 5 തന്നെയല്ലേ കിട്ടിയത്. പിന്നെ ഇത് നമുക്ക് ഓൾറെഡി കിട്ടിയായിരുന്നു, 6 കിട്ടിയായിരുന്നു. 3ഉം 3ഉം 6. അപ്പോൾ സൈഡ്സിന്റെ ലെങ്ത് ഏതൊക്കെയാണ്? സൈഡ്സ് വശങ്ങൾ എത്രയൊക്കെയാ വന്നത്? 5 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ. മനസ്സിലായല്ലോ? ഇനി രണ്ടാമത്തെ ചോദ്യം നമുക്ക് ചെയ്യാം. ചോദ്യം ഇതാണ്: വൺ സൈഡ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഈസ് 1 സെന്റിമീറ്റർ ഷോർട്ടർ ദാൻ ട്വൈസ് ദ സൈഡ് ഓഫ് ദി പെർപെൻഡിക്കുലർ ടു ഇറ്റ് ആൻഡ് ദ ഹൈപ്പോട്ടന്യൂസ് ഈസ് 1 സെന്റിമീറ്റർ ലോങ്ങർ ദാൻ ട്വൈസ് ദ ലെങ്ത് ഓഫ് ദി സൈഡ്. വാട്ട് ആർ ദ ലെങ്ത്സ് ഓഫ് ദ സൈഡ്സ്? ഇവിടെ എന്ത് ട്രയാങ്കിൾ ആണ്? റൈറ്റ് ട്രയാങ്കിൾ ആണ്. അപ്പം നമുക്കൊരു റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാം. നമുക്കറിയാം ഒരു റൈറ്റ് ട്രയാങ്കിളിൽ 2 പെർപെൻഡിക്കുലർ സൈഡ്സ് ഉണ്ട്. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് എങ്ങനെയൊക്കെ എഴുതാം? അപ്പൊ അതിന്റെ ഒരു സൈഡ്
എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ ആ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള മറ്റേ സൈഡ് അതിൻ്റെ ഇരട്ടിയേക്കാളും 1 കുറവാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇരട്ടി എന്ന് പറയുമ്പോൾ ട്വൈസ് 2x, 1 കുറവ്, അപ്പം -1. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഹൈപ്പോഡ്ന്യൂസ് എന്ന് പറയുന്നതാണല്ലോ ഒരു മട്ടത്രികോണത്തിലെ ഏറ്റവും വലിയ വശം, കർണം. അതെന്ന് പറയുന്നത് ഇതിൻ്റെ ആ വശത്തിൻ്റെ തന്നെ, അതായത് എക്സിൻ്റെ തന്നെ ഇരട്ടിയേക്കാളും 1 കൂടുതലാണ്. അപ്പോൾ ഈ ഹൈപ്പോഡ്ന്യൂസിൻ്റെ നീളത്തിന് നമുക്ക് എന്തെഴുതാം? 2x + 1 എന്ന് എഴുതാമല്ലോ അല്ല. ഇനി നമുക്ക് മട്ടത്രികോണം ആകുമ്പോൾ നമുക്കറിയാം കർണം സ്ക്വയർ = പാദം സ്ക്വയർ + ലംബം സ്ക്വയർ ആണ്. അത് വെച്ചിട്ടാണ് നമ്മളിത് എക്സിൻ്റെ വില കണ്ടുപിടിക്കുന്നത് അല്ലേ. അപ്പം നമുക്കറിയാവുന്ന എന്താണ്? ഹൈപ്പോഡ്ന്യൂസ് സ്ക്വയർ = ബേസ് സ്ക്വയർ + ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇവിടെ ഹൈപ്പോഡ്ന്യൂസ് എന്താണ്? 2x + 1. അപ്പം അതിന് പകരം 2x + 1 ഇടാം. ഹോൾ സ്ക്വയർ = ബേസ് എന്ന് പറയുന്നത് 2x - 1 ആണ്. അപ്പോൾ 2x - 1 ഹോൾ സ്ക്വയർ + ഓൾട്ടിറ്റ്യൂഡ് x ആണ്. x സ്ക്വയർ എന്ന് എഴുതാം. ഇവിടെ എല്ലാം നമ്മൾ ഐഡൻറ്റിറ്റിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഐഡൻറ്റിറ്റി വെച്ചിട്ട് ഇതിനങ്ങോട്ട് സോൾവ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ സ്ക്വയർ 2xൻ്റെ സ്ക്വയർ, 2ൻ്റെ സ്ക്വയർ 4, എക്സിൻ്റെ സ്ക്വയർ x സ്ക്വയർ. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇത് 3 കൂടെ ഗുണിച്ചാൽ മതി. 2ൻ്റെ കൂടെ 1 ഗുണിക്കുമ്പോൾ 2, 2ൻ്റെ കൂടെ 2x ഗുണിക്കാം. അപ്പോൾ 2ൻ്റെ കൂടെ 2 ഗുണിക്കുമ്പോൾ 4, 4x പ്ലസ് ആണല്ലോ, പ്ലസ്. ഇനി 1ൻ്റെ സ്ക്വയർ 1 = ഇനി ഇതിനെ നമുക്ക് അതേപോലെ ചെയ്യണം. ആദ്യത്തെ 2x ആണ്, 2xൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4x സ്ക്വയർ ആയി. ഇനി മൈനസ് ആയതുകൊണ്ട് അടുത്ത മൈനസ് വരണം. എന്നിട്ട് ഇത് 3 കൂടെ ഗുണിക്കുക. 2 × 1 2, 2 × 2x, അപ്പം 4x. ഇനി ലാസ്റ്റ് ടേം പ്ലസ് 1ൻ്റെ സ്ക്വയർ 1 തന്നെ, പ്ലസ് ഈ x സ്ക്വയർ അതേപോലെ എഴുതി. മനസ്സിലായല്ലോ. ഇനി = സൈൻ ഉണ്ട്. അപ്പോൾ ഒരേ സംഗതികൾ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടെങ്കിൽ നമുക്കതിനെ വെട്ടിക്കളയാം അല്ലേ. അപ്പോൾ 4x സ്ക്വയർ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട്. സൈൻ നോക്കണേ, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ +1 അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട്. ഇവിടെ +4x ആണ്, ഇവിടെ -4x ആണ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ വെട്ടിക്കളയാൻ പറ്റത്തില്ല. ഇനി നമുക്ക് ഈ +4xനെ കൂടെ അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെയാണ് x സ്ക്വയർ കിടക്കുന്നത്, അത് ഓൾറെഡി പോസിറ്റീവാണ്. ഇനി ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നാൽ അത് നെഗറ്റീവായി പോവും. അതുകൊണ്ട് നമുക്ക് ഈ x സ്ക്വയർ അതേപോലെ എഴുതി, ഈ -4x എഴുതി. ഇനി ബാക്കിയൊന്നും ഇല്ലല്ലോ ഇവിടെ. ഇനി ഈ +4x ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? -4x ആവും. അപ്പോൾ ഇവിടെ ഒന്നുമില്ല, അതായത് ഇവിടെ 0 എഴുതാമല്ലോ. അപ്പോൾ x സ്ക്വയർ -4x എന്ന് പറയുമ്പോൾ -8x. ഇനി ഇതിനെ നമുക്ക് തിരിച്ചെഴുതിയാലും കുഴപ്പമില്ല, അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് മാറ്റിയാൽ പ്രശ്നമില്ല. 0 ആണ് റൈറ്റ് സൈഡിൽ. ഇനി ഇതിനകത്ത് എന്താണ് കോമൺ ഉള്ളത്? എക്സ് കോമൺ ആണ് അല്ലേ. അപ്പോൾ x - 8 = 0. അതായത് x × x - 8 0 ആണെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് 0 ആയാലേ ഉള്ളൂ. കാരണം ഇത് ഗുണനഫലമാണ്, പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് 0 ആയാലേ ഉത്തരം 0 ആകത്തുള്ളൂ. അപ്പോൾ ഈ x - 8 0 എന്ന് എടുക്കാമല്ലോ. x - 8 0 ആയാൽ x എത്ര കിട്ടി? ഈ -8 അപ്പുറത്ത് പോകുമ്പോൾ 8 കിട്ടി. ഇനി x ആരാണ്? ഇതിൻ്റെ ഉയരമാണ് അല്ലേ. x 8 ആണെങ്കിൽ ഈ ബേസ് എന്താ? 2x - 1 ആണ്. അത് എത്രയാണ്? 2 × 8 - 1. 2 × 8 എത്ര? 16 - 1 = 50 എന്ന് കിട്ടി. ഇനി 2x + 1, അതായത് ഹൈപ്പോഡ്ന്യൂസും കൂടെ നമുക്ക് കാണണമല്ലോ. 2x + 1 എന്ന് പറഞ്ഞാൽ 2 × 8 + 1. 2 × 8 16 ആണ്. 16 + 1 എന്ന് പറയുന്നത് 17 ആണ്. അപ്പം നമുക്ക് 3 വശങ്ങളും കിട്ടിയല്ലോ. അപ്പോൾ ഏതൊക്കെയാണ് സൈഡ്സ്? 8, 15, 17. മനസ്സിലായല്ലോ. ഇനി ബാക്കി ചോദ്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം.